ഡൽഹിയിൽ നടക്കുന്ന പാറ്റകളുടെ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും പങ്കുചേർന്നുകൊണ്ടും കേരളത്തിൽ നിന്നും മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ, പ്രതിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ പങ്കെടുത്ത് നാം കണ്ടതാണ്. ഇതിൽ നല്ലൊരു ശതമാനം ജിഹാദികൾ കൂടിയാണ് എന്ന വസ്തുത പറയാതിരിക്കാനും നിവർത്തിയില്ല. ഏതായാലും ഈ സമരപ്പന്തലിലേക്ക് കടന്നു ചെന്ന നമ്മുടെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവിടെ ഇരിക്കുന്നത് അങ്ങേയറ്റം വിഷമത്തോടു കൂടിയാണ്. കാരണം എന്തെന്നറിയോ? അവിടെ വെച്ച് പോലീസെങ്ങാനും അറസ്റ്റ് ചെയ്ത് അകത്താക്കി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദം തെറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചിലപ്പം ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ തന്നെ അതിനുള്ള അവസരം ഒരുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ എത്തി രാഹുൽ ഗാന്ധിയൊക്കെ കണ്ടിട്ട് അദ്ദേഹം മുങ്ങുകയാണ് ചെയ്തത്. ചോദിച്ചപ്പോൾ പറയുന്നത് അത് ജന്മദിനാശംസകൾ അർപ്പിക്കാൻ ഞാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ഒഴിയുകയാണ്. 7 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട് എനിക്ക്, അതുകൊണ്ട് അതിൽ കയറണം എന്നുള്ളതാണ്. അടുത്ത ദിവസം ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പറച്ചിൽ. പക്ഷേ ആ പറച്ചിൽ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതങ്ങ് അംഗീകരിക്കാമായിരുന്നു. പക്ഷേ ആ മുഖത്ത് പ്രകടമാകുന്ന വിഷമം, സങ്കടം, ഉത്കണ്ഠ ഇതൊക്കെ കാണുമ്പോൾ ഭയന്നിട്ടാണ് ഇദ്ദേഹം അവിടുന്ന് മുങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിക്കേണ്ടതും ആഹ്വാനം ചെയ്യേണ്ടതും വിദ്യാഭ്യാസ മന്ത്രിയും മോദിജിയും ഒക്കെ രാജിവെക്കണമാണ്. കാരണം നീറ്റിൻ്റെ ചോദ്യ പേപ്പറുകൾ ചോർന്നു എന്നുള്ളതാണല്ലോ. ആ ആവശ്യം താൻ ഉന്നയിക്കുമ്പോൾ കേരളത്തിൽ വരുമ്പോൾ തനിക്കെതിരെയും തൻ്റെ മന്ത്രിമാർക്കെതിരെയും ഇതേ ആവശ്യം കേരളത്തിൽ നിന്നും ഉയരില്ലേ? അതായത് ഇവിടുത്തെ PSC പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ ചോർന്നു. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശനും രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം. അങ്ങനെ തൻ്റെ മന്ത്രിസഭയ്ക്കൊരു ഉഗ്രൻ ഭീഷണി താൻ അവിടെ സമരത്തിൽ പങ്കെടുത്താൽ മനസ്സിലാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വി.ഡി. സതീശൻ ഈ തരികിട പരിപാടികളൊക്കെ നടത്തി അവിടെ നിന്ന് മുങ്ങിയത്.